ഇപ്പോഴത്തെ രണ്ട് സെൻസേഷണൽ താരങ്ങളാണ് കയാതു ലോഹറും മമിത ബൈജു. ഇവർ രണ്ടുപേരും ഒരുപോലെ ഇരിക്കുന്നു എന്നാണ് എല്ലാവരും പൊതുവെ പറയാറുള്ളത്. ശരിക്കും ഇവർ രണ്ടുപേരും ഒരുപോലെയാണോ? അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ. വെൽക്കം ബാക്ക് ടു വീണ സിനിമ. ഞാൻ വീണ, പ്രൊഫഷണൽ ചാനൽ സർട്ടിഫൈഡ് ഇമേജ് കൺസൾട്ടന്റ് ആൻഡ് പേഴ്സണൽ സ്റ്റൈലിസ്റ്റ് ആണ്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഇമേജ് മേക്കേഴ്സോ സ്റ്റൈലിംഗ് സർവീസസോ സ്കിൻ കെയർ കൺസൾട്ടേഷൻസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ റീച്ച് ഔട്ട് ചെയ്യാൻ മടിക്കേണ്ട. ഞാൻ എൻ്റെ ഇൻസ്റ്റ ഐഡിയും അതോടൊപ്പം തന്നെ എൻ്റെ മെയിൽ ഐഡിയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ വേണ്ടവർക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. കയാതു ലോഹറും മമിത ബൈജുവും ഇവർ രണ്ടുപേരുമാണ് ആക്ച്വലി ഇപ്പോൾ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും സെൻസേഷനായി മാറിക്കൊണ്ടിരിക്കുന്ന രണ്ട് താരങ്ങൾ. ഇതിൽ ആക്ച്വലി കയാതു ലോഹറിനും മമിത ബൈജുവിനും രണ്ടുപേർക്കും ഏകദേശം ഏറെക്കുറെ സെയിം ഏജ് ആണ്. അതായത് ഒരാൾക്ക് 25 ആണ്, ഒരാൾക്ക് 24 ആണ്. അത്രയുള്ള വ്യത്യാസം. കയാതു ലോഹറിന് 25 വയസ്സുണ്ട്, മമിത ബൈജുവിന് 24 വയസ്സുണ്ട്. ഇവർ രണ്ടുപേരും ശരിക്കും ഇൻഡസ്ട്രിയിലേക്ക് വരുന്നതൊക്കെ ഏകദേശം ഏറെക്കുറെ ഒരേ ഒരു ടൈമിലൊക്കെയാണ്. മമിത ബൈജു കുറച്ച് ഏർലി ആയിട്ട് വന്നിട്ടുള്ള 2017 വന്നിട്ടുണ്ടെങ്കിലും ഒരു മേജർ ആയിട്ടൊക്കെ നോട്ടീസ് ചെയ്യുന്നത് 2021 ഓപ്പറേഷൻ ചാവ എന്ന് പറഞ്ഞിട്ടൊരു മൂവി ഇറങ്ങിയപ്പോൾ മുതലാണ്. അതേപോലെ തന്നെയാണ് ആക്ച്വലി കയാതു ലോഹറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 2017 വന്നിട്ടില്ല, 2021 തന്നെയാണ് കയാതു ലോഹറും ശരിക്കും മൂവി ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. അതൊരു കന്നഡ മൂവി ചെയ്തുകൊണ്ടാണ്. ആൻഡ് ദെൻ ഇവർ രണ്ടാളും ആക്ച്വലി നോട്ടീസ് ചെയ്യപ്പെടാൻ തുടങ്ങിയത്. മമിത ബൈജു ഓൾറെഡി കുറേ മൂവീസിലൊക്കെ നോട്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിലും ശരിക്കും ഒരു ബ്രേക്ക് ത്രൂ ആയതും ഇത്രയും ഒരു സെൻസേഷനായി മാറിയതും പ്രേമലു സിനിമയ്ക്ക് ശേഷമാണ്. അതായത് 2024 പ്രേമലു റിലീസ് ആവുന്നത്. ആ ഒരു ടൈമിലാണ്. ആൻഡ് കയാതു ലോഹറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ കയാതു ലോഹർ ശരിക്കും ഡ്രാഗൺ എന്ന് പറഞ്ഞ മൂവി റിലീസായപ്പോഴാണ് ശരിക്കും ഇത്രയും ഒരു സെൻസേഷനിലായി മാറിയത്. ഈ ഡ്രാഗൺ എന്ന് പറഞ്ഞ മൂവി 2025 ആക്ച്വലി റിലീസ് ആയിരിക്കുന്നത്. വേറൊരു കാര്യം നോക്കുകയാണെങ്കിൽ ഈ ഡ്രാഗൺ എന്ന് പറഞ്ഞ മൂവിയുടെ ഹീറോ എന്ന് പറയുന്നത് പ്രദീപ് രംഗനാഥൻ എന്ന് പറഞ്ഞൊരു ആക്ടറാണ്. ഈ ആക്ടർ തന്നെയാണ് ആക്ച്വലി അതിന് ശേഷം ഇപ്പോൾ 2025 നമ്മൾ ഇനി വരാൻ പോകുന്നൊരു മൂവി ഡൂഡ് എന്ന് പറഞ്ഞിട്ടൊരു മൂവി, അതിൽ മമിതയാണ് പ്രദീപ് രംഗനാഥൻ്റെ ആക്ച്വലി പെയറായിട്ടുള്ളത്. ആൻഡ് ഇതും ഒരു ഫാക്ടറാണ് ഇവർ രണ്ടാളും സെൻസേഷനായി മാറിയപ്പോൾ ഉള്ള രണ്ടുപേരുടെ ഒരു സിമിലാരിറ്റിയിൽ എപ്പോഴും ആഡ് ചെയ്യപ്പെടുന്ന ഒരു കാര്യം. ഇനി ഇവരുടെ ഹൈറ്റും വെയിറ്റും തമ്മിലുള്ള ഒരു സിമിലാരിറ്റി നോക്കുകയാണെങ്കിൽ കയാതു ലോഹറിന് 167 സെന്റിമീറ്റർ ആണ് ഹൈറ്റ് ഉള്ളത്. ആൻഡ് മമിതയ്ക്ക് നോക്കുമ്പോൾ മമിതയ്ക്ക് 160 to 165 ഇതിൻ്റെ ഇടയിലാണ് മമിതയുടെ ഒരു ഹൈറ്റ് ഉള്ളത്. പിന്നെ വെയിറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ മമിതയ്ക്ക് ഒരു 50 to 55 ഇതൊക്കെയാണ്, 55 ഒക്കെയാണ് ശരിക്കും വെയിറ്റ് ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. ആൻഡ് കയാതു ലോഹറിനെ പറ്റി ആക്ച്വലി അങ്ങനെ കൃത്യമായിട്ടൊരു വെയിറ്റിൻ്റെ എന്താ പറയുക ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റില്ല. ഈവൻ ദോ ഒരു 55 to 60 ഇതിൻ്റെ ഇടയിലായിരിക്കാം എന്ന് നമുക്ക് നോർമലി നോക്കാം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഒരു ഏജിൻ്റെ കാര്യവും അതേപോലെ തന്നെ ഹൈറ്റിൻ്റെയും വെയിറ്റിൻ്റെയും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു സിമിലാരിറ്റി ഉണ്ട്. ഇനി നമ്മൾ എത്നിസിറ്റി നോക്കുകയാണെങ്കിൽ, അതായത് ഇപ്പം മമിത ബൈജു നമുക്കൊക്കെ അറിയാം മലയാളിയാണ്, കോട്ടയംകാരിയാണ്, കോട്ടയത്ത് ജനിച്ച് വളർന്ന ഒരാളാണ്. ആൻഡ് കയാതു ലോഹറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ കയാതു ലോഹർ ശരിക്കും ആസാമിൽ നിന്നുള്ള ഒരാളാണ്, പക്ഷേ വളർന്നതൊക്കെ കൂടുതലായിട്ടും പൂനെയിലൊക്കെയാണ്. ആൻഡ് ദെൻ ഇപ്പോൾ രണ്ടുപേരും ഈ സൗത്ത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലെ ആക്ച്വലി മെയിൻ താരങ്ങളാണ്. പക്ഷെ നമുക്കൊക്കെ അറിയാം ഇതല്ല ഈ രണ്ടുപേരുടെയും സിമിലാരിറ്റീസ്. ഈ പറഞ്ഞതൊന്നുമല്ല. ഈ പറഞ്ഞതൊക്കെ നമ്മൾ നോർമലി എടുത്ത് നോക്കുമ്പോൾ ഫിസിക്കൽ ആട്രിബ്യൂട്ട്സിൽ ഒക്കെ ആയിട്ട് കാണുന്ന സിമിലാരിറ്റീസ് ആണ്. അതല്ലാതെ എന്ത് സിമിലാരിറ്റിയാണ് ശരിക്കും ഇവരെ കാണുമ്പോൾ ഉള്ളതെന്നുള്ളത്. അതായത് രണ്ടുപേരെയും പെട്ടെന്ന് നമ്മളൊന്ന് നോക്കുമ്പോൾ എന്തൊക്കെയോ സിമിലാരിറ്റീസ് ഉള്ളതുപോലെയാണ് നമുക്ക് എപ്പോഴും തോന്നുക. ഫേസ് ഷേപ്പിൻ്റെ കാര്യത്തിലാണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ അത് കുറച്ചും കൂടി നമ്മളൊന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ മമിത ബൈജുവിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ മമിത ബൈജുവിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹാർട്ട് ഷേപ്പ് എന്ന് പറയുന്ന ഒരു ഷേപ്പാണ് ഉള്ളതെങ്കിലും കുറച്ചും കൂടി ഒരു റൗണ്ടഡ് ഫീച്ചേഴ്സ് ആണ് ഫേസിൽ കൂടുതലായിട്ടുള്ളത്. അതായത് ഈ ചീക്സിൻ്റെ ഒക്കെ ഭാഗത്തൊക്കെ ആണെങ്കിലും കുറച്ചും കൂടി റൗണ്ടഡ് ആണ്. ഈവൻ നോസ് ആണെങ്കിലും കുറച്ചൊന്ന് റൗണ്ടഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് മേ ബി നമുക്ക് പറയാൻ പറ്റുക ഒരു ഹാർട്ട് ഷേപ്പിൻ്റെയും അതുപോലെ തന്നെ ഓവൽ ഷേപ്പിൻ്റെയും മിക്സ്ചറാണ് മമിത ബൈജുവിൻ്റെ ഫേസ് എന്നുള്ളത്. നേരെ മറിച്ച് നമ്മൾ കയാതു ലോഹറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ കയാതു ലോഹറിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഹാർട്ട് ഷേപ്പാണ് ഫേസിൻ്റെ ഷേപ്പ്. അത് കുറച്ചും കൂടെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഹാർട്ട് ഷേപ്പ് എന്ന് പറയുന്നതിനേക്കാളും നമുക്ക് മനസ്സിലാവും ഭയങ്കര പോയിന്റഡ് ഫീച്ചേഴ്സാണ്. റൗണ്ടഡ് ഫീച്ചേഴ്സ് തീരെ ഇല്ല, ശരിക്കും ഭയങ്കര പോയിന്റഡ് ഫീച്ചേഴ്സാണ്. ബട്ട് ഈവൻ ദോ ഈ രണ്ടാൾക്കാരുടെയും ഫേസിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവരുടെ ഏറ്റവും വൈഡസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഈ ചീക്കിൻ്റെ ഏരിയയാണ്. ചീക്കിൻ്റെ ഏരിയ വൈഡസ്റ്റ് ആവുന്നത് കൊണ്ട് തന്നെയാണ് നമുക്ക് നോർമലി കുറച്ചും കൂടെ ഹാർട്ട് ഷേപ്പിലേക്ക് പറയാൻ പറ്റുക. ആൻഡ് ഓൾസോ അറ്റ് ദ സെയിം ടൈം നമ്മുടെ ഈ ഒരു ചിൻ എന്ന് പറയുന്നത് രണ്ടാൾക്കും പോയിന്റഡ് ആണ്. അതാണ് നമ്മൾ ഹാർട്ട് ഷേപ്പിലേക്ക് കൂടുതലായിട്ട് അവരെ എത്തിക്കുന്നത്. അതായത് ഒന്ന് വൈഡസ്റ്റ് ആയിട്ടുള്ള ഒരു ചിൻ ബോൺസ്, അതേപോലെ പോയിന്റഡ് ആയിട്ടുള്ള ഒരു ചിൻ. ഇനി കുറച്ചും കൂടി ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മമിതയുടെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു ഓൾറെഡി മമിതയ്ക്ക് കുറച്ചും കൂടെ റൗണ്ടഡ് ഫീച്ചേഴ്സാണ് ഫേസിലൊക്കെ ഉള്ളതെന്ന്. പക്ഷേ മമിതയുടെ ഐബ്രോസ് നോക്കുകയാണെങ്കിൽ ഐബ്രോസിൽ കുറച്ചൊരു ആർച്ച് ഷേപ്പ് ഐബ്രോസിൽ ഓൾറെഡി കാണാൻ പറ്റും. ആൻഡ് ഓൾസോ കണ്ണാണെങ്കിലും കുറച്ചും കൂടി ഒരു ഷാർപ്നെസ് ഉണ്ട്. ആൻഡ് കയാതു ലോഹറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ കയാതു ലോഹറിന് ഐബ്രോസിൻ്റെ കാര്യം കുറച്ചും കൂടി ഫ്ലാറ്റാണ് ഐബ്രോസ്.
അവിടെ മാത്രം ആക്ച്വലി ഈ പോയിന്റഡ്നെസ് ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ രണ്ടാളെയും നമ്മൾ ഫേസിലേക്ക് നോക്കുന്ന സമയത്ത് മമിതയ്ക്ക് നമുക്ക് കുറച്ചും കൂടി ഒരു എനർജറ്റിക് ആയിട്ടും മമിതനെ കുറച്ചും കൂടി ഒന്ന് ബബ്ലി ആയിട്ടും കുറച്ചും കൂടി ഒരു ആക്റ്റീവായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ആൻഡ് കയാതുലോറിനെ നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ള ഫേഷ്യൽ ഫീച്ചേഴ്സ് ഒക്കെ ഭയങ്കര പോയിന്റഡ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു എന്താ പറയുക കുറച്ചും കൂടി ഒരു സെക്സി ലുക്ക് തരുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് അവരുടെ ബോഡി ഷേപ്പ് ഒരുപോലെയാണോ നോക്കാം. ബോഡി ഷേപ്പ് ഒരുപോലെയാണോ എന്ന് നമുക്ക് നോക്കുന്ന സമയത്ത് തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മമിത ബൈജുവിനെ നമ്മൾ ഈവൻ ദോ മമിതയ്ക്ക് ഓൾമോസ്റ്റ് ഇവർ രണ്ടാളും ഒരേപോലത്തെ ഹൈറ്റും വെയിറ്റും ഒക്കെയാണ് ഉള്ളതെങ്കിലും മമിതനെ കുറച്ചും കൂടി ഒരു ചെറുതായിട്ടാണ് നമുക്ക് എപ്പോഴും തോന്നുക. ആൻഡ് കയാതുലോഹറിന് കുറച്ചും കൂടി വലിയ സൈസ് ഉള്ള ഒരാളായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് കയാതുവിൻ്റെ ബോഡിയിലേക്ക് നോക്കുമ്പോൾ ഫുൾ കേഴ്സ് ആണ് നമുക്ക് എപ്പോഴും കാണാൻ പറ്റുക. ഭയങ്കര കേർവി ആയിട്ടുള്ളൊരു ബോഡിയാണ്. ഭയങ്കര കേർവി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, അതായത് കയാതുവിൻ്റെ ഒരു ബോഡി ഷേപ്പ് എന്ന് പറയുന്നത് അവർ ഗ്ലാസ് പ്ലസ് പെയർ ഷേപ്പാണ്. ഭയങ്കര നോട്ടീസബിൾ ആയിട്ട് ഇപ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് കയാതുവിൻ്റെ കൈയിനെ പറ്റിയും കാലിനെ പറ്റിയും, എസ്പെഷ്യലി കാലിൻ്റെ കാര്യം, അതായത് നമ്മുടെ തൈസിൻ്റെ ഒരു ഭാഗത്തെ പറ്റി. സോ അതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു അവർ ഗ്ലാസ് പ്ലസ് പെയർ ഷേപ്പ്, രണ്ട് ബോഡി ഷേപ്പിൻ്റെ മിക്സ്ചർ ആവാം നോർമലി ഒരാൾ. അത് ആവുന്നത് അത്ര അസ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. കൂടുതൽ പേരും അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ ഈ അവർ ഗ്ലാസ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും വിചാരിക്കേണ്ടത്, എപ്പോഴും നമ്മൾ ആലോചിക്കുന്ന ഒരു കാര്യം വേസ്റ്റ് ഭയങ്കര ചെറുതായിരിക്കുന്നു മാത്രം. അങ്ങനെയല്ല. വേസ്റ്റ് ചെറുതായിരിക്കുന്നു മാത്രമല്ല, നമ്മുടെ ഈ ഒരു അതായത് നമ്മുടെ ഈ ഷോൾഡറിൻ്റെ ഭാഗവും ഈ ഒരു ഹിപ്പിൻ്റെ ഭാഗവും ഈ രണ്ട് ഭാഗവും കുറച്ച് വൈഡായിരിക്കും. എസ്പെഷ്യലി അവരുടെ ആം ഫാറ്റ് എന്ന് പറയുന്നത് കുറച്ച് ഉണ്ടാവും. അങ്ങനെയാണ് നോർമലി ഉള്ളത്. ഇപ്പോൾ കയാതുവിൻ്റെ കാര്യത്തിൽ കയാതുവിന് ആക്ച്വലി നന്നായിട്ട് ഹൈറ്റ് ഉള്ളത് കൊണ്ടാണ് ഭയങ്കരമായിട്ട് ആം ഫാറ്റ് എടുത്ത് കാണിക്കാത്തത്. ആൻഡ് പെയർ ഷേപ്പും കൂടെ അതിനകത്ത് മിക്സ് ആയിട്ടുണ്ട്. പെയർ ഷേപ്പ് മിക്സ് ആയാൽ അതിൻ്റെ വേറൊരു കാര്യം വെച്ചാൽ ഹിപ്പിൻ്റെയും തൈസിൻ്റെയും ഏരിയയിലേക്ക് കുറച്ചും കൂടെ ബൾക്കിനെസ് ആഡ് ചെയ്യാം. അപ്പോഴാണ് തൈസ് എപ്പോഴും ഭയങ്കര നോട്ടീസബിൾ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. സോ ഇതുകൊണ്ട് അതായത് ഭയങ്കര കർവി ആയിട്ടുള്ള ഒരു ബോഡി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഓൾമോസ്റ്റ് ചെറിയ രീതിയിൽ ഒരു വെയിറ്റ് ഉണ്ടെങ്കിൽ തന്നെ, ഒരു ഐഡിയൽ വെയിറ്റിൽ തന്നെ നിന്നാൽ പോലും അത്യാവശ്യം നല്ല സൈസിൽ നമുക്ക് ഫീൽ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നത്, ഞാൻ മുമ്പ് വെയിറ്റ് ഉണ്ടായിരുന്ന ഒരു കാലത്ത്, അതായത് എൻ്റെ ബോഡി ഭയങ്കര കർവി ആയിട്ടുള്ള ഒരു ബോഡിയാണ്. വെയിറ്റ് ഉണ്ടായിരുന്ന ഒരു കാലത്ത് എനിക്ക് ശരിക്കും 65 kg ഉണ്ടായിരുന്നുള്ളൂ. പലപ്പോഴും എല്ലാവർക്കും ഇത് കേൾക്കുമ്പോൾ ഭയങ്കര ഇത് അത്ര ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നാറുണ്ട്. ബിക്കോസ് അന്ന് എന്നെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക നല്ല തടിയുള്ള ഒരാളായിട്ടാണ് ഫീൽ ചെയ്യുക. പക്ഷെ എനിക്ക് അന്ന് 65 ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഈ ഒരു ബോഡി ഷേപ്പിൻ്റെ പ്രത്യേകതയാണ്. അതായത് കർവി ആയിട്ടുള്ള ബോഡി ഷേപ്പിൻ്റെ ഒരു പ്രത്യേകതയാണ്. കർവി ആയിട്ടുള്ള ഒരു ബോഡി ഷേപ്പ് നല്ലതാണ്, പക്ഷെ അത് ഹൈറ്റും കൂടി ഉള്ളപ്പോഴാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ഇരിക്കുക. മമിതയ്ക്ക് ഈ നമ്മൾ നേരത്തെ പറഞ്ഞു, മമിതയുടെ ഫേഷ്യൽ ഫീച്ചർ ഓൾമോസ്റ്റ് ലൈക്ക് റൗണ്ടഡ് ആണ്. ഫേഷ്യൽ ഫീച്ചർ അതുപോലെ തന്നെ പ്രപ്പോർഷനേറ്റും ആണ്. അതായത് കറക്റ്റ് ഓൾമോസ്റ്റ് പ്രപ്പോർഷനേറ്റ് ആയിട്ടാണ്, കറക്റ്റ് ഒരു സൈസിലൊക്കെയാണ് മൊത്തത്തിൽ ഫേഷ്യൽ ഫീച്ചേഴ്സ് ഉള്ളത്. അതേപോലെ തന്നെയാണ് ഓൾമോസ്റ്റ് ബോഡിയുടെ ഫീച്ചർ നോക്കുകയാണെങ്കിൽ. പക്ഷേ നമ്മൾ ബോഡി ഷേപ്പ് കുറച്ചും കൂടി ഒന്ന് പെർട്ടിക്കുലർ അത് മാത്രമായിട്ട് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു അത്ലറ്റിക് അല്ലെങ്കിൽ ഒരു റെക്ടാങ്കിൾ ബോഡി ഷേപ്പ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് തീരെ കേഴ്സ് ഇല്ല എന്നൊന്നുമല്ല. അങ്ങനെയുള്ള ആൾക്കാർക്കും കേഴ്സ് ഉണ്ടാവും. പക്ഷേ കേഴ്സ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് നമ്മുടെ ബോഡി വെയിറ്റ് കൂടുന്നതനുസരിച്ച് ആ കേഴ്സ് കൂടുമൊന്നുമില്ല. അത് ഓൾമോസ്റ്റ് ലൈക്ക് ഒരു എത്ര പോയാലും ആ ഒരു കേഴ്സ് കുറച്ച് കുറവായിരിക്കും. സോ മമിതേനെ നമ്മൾ കുറച്ച് സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് നമ്മൾ അനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും മമിത ഓൾമോസ്റ്റ് ലൈക്ക് ഇടുന്ന ഔട്ട്ഫിറ്റ്സ് എല്ലായ്പ്പോഴും ചെറിയ രീതിയിൽ പഫ് സ്ലീവ് ഉള്ളതോ അല്ലെങ്കിൽ ഒരു ചെറിയ കേർവ് പോലെയുള്ളത് എവിടെയെങ്കിലും ഡിസൈൻസ് കൊടുക്കുന്നതോ അങ്ങനെയുള്ളതൊക്കെ ഇടുമ്പോഴാണ് കൂടുതലായിട്ടും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മമിതയുടെ ആദ്യ കാലത്തൊക്കെ മമിത ചെയ്തിട്ടുള്ള ഫോട്ടോഷൂട്ട്സിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള നെക്ക് ലൈനുള്ള ഒരു ഔട്ട്ഫിറ്റ് ഇട്ടേക്കുന്നത്, അതൊരു ലെഹങ്ക എന്തോ ആണ്. അപ്പോൾ അത് ഇട്ടേക്കുന്നതിൻ്റെ നമുക്കൊരു ഫോട്ടോ കാണാൻ പറ്റും. ആ ഫോട്ടോയിലൊക്കെ നോക്കുകയാണെങ്കിൽ അത് തീരെ സ്യൂട്ടബിൾ ആവാത്ത പോലെ തോന്നും. ബിക്കോസ് ഇത് ഈ പറഞ്ഞ പോലെ റെക്ടാങ്കിൾ ബോഡി ഷേപ്പ് ആയതുകൊണ്ടാണ് അത് നോർമലി അത് ചേരാത്തത്. അല്ലാതെ ഒരുവിധപ്പെട്ട എല്ലാ കർവി ആയിട്ടുള്ള രീതിയിലുള്ള ഔട്ട്ഫിറ്റ്സ് ചൂസ് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇരിക്കുന്നത് മമിത എപ്പോഴും. ആൻഡ് ഇത് കുറച്ചും കൂടെ ഒരു ക്ലിയർ ആയിട്ട് പറഞ്ഞു തരണം എന്നുണ്ടെങ്കിൽ, അതായത് നമുക്ക് മമിതയുടെ സൂപ്പർ ശരണ്യ എന്ന് പറഞ്ഞിട്ടുള്ള മൂവിയിലെ ഒരു പോസ്റ്റർ നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. അതിനകത്ത് ആക്ച്വലി ഒരു സെറ്റ് സാരി ഉടുത്തേക്കുന്നതിൻ്റെ ഒരു പോസ്റ്റർ ഉണ്ട്, അത് ക്യാരക്ടർ പോസ്റ്റർ വിട്ടത്. അതിനകത്ത് മമിത ഇട്ടേക്കുന്ന ഒരു കേർവ് ആയിട്ടുള്ള ഒരു പഫ് സ്ലീവ് ആയിട്ടുള്ള ഒരു ബ്ലൗസാണ്. അതേപോലെ തന്നെ മുമ്പ് കുറച്ച് സെൻസേഷണലായ ഐസോഗ്രാഫിയുടെ ഒരു ഷൂട്ട് ഉണ്ട് മമിതേനെ വെച്ചിട്ടുള്ളത്. അതിൻ്റെ അകത്തും നമുക്ക് കാണാൻ പറ്റും മമിത ഓൾമോസ്റ്റ് ലൈക്ക് ഒരു പഫ് സ്ലീവ് ആയിട്ടുള്ള ഒരു ബ്ലൗസാണ് അതിനകത്ത് ഇട്ടേക്കുന്നത്. അപ്പോൾ അത് ഭയങ്കര നന്നായിട്ട് മമിതയ്ക്ക് കോംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. ഈവൻ ബോഡി ഷേപ്പിന് ആക്ച്വലി ചെറിയ രീതിയിലുള്ള കേർവ് വന്നതുപോലത്തുള്ള രീതിയിലാണ് അതിനകത്ത് കൂടുതലായിട്ടും ഫീൽ ചെയ്യുക. സോ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഓൾറെഡി കേർവി ആയിട്ടുള്ള ഒരാളായിരുന്നെങ്കിൽ ഈ കേർവും കൂടെ ആഡ് ചെയ്യുമ്പോൾ അത് ഭയങ്കര കുറച്ച് എക്സ്ട്രാ ബൾക്കിനെസ് ആഡ് ചെയ്യാനാണ് കൂടുതലുള്ള സാധ്യത. നേരെ മറിച്ച് ഇപ്പോൾ ഇതിനകത്ത് മമിതയ്ക്ക് ശരിക്കും ഒരു റെക്ടാങ്കിൾ ബോഡി ഷേപ്പ് പോലെ ആയതുകൊണ്ടാണ് മമിതയ്ക്ക് അത് കൂടുതലായിട്ടും കോംപ്ലിമെൻറ്റ് ചെയ്യുക. അപ്പം നിങ്ങളാണെങ്കിലും ഇതേപോലെ വേണം ആക്ച്വലി ഡ്രസ്സപ്പ് ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കണം. ആൻഡ് മമിത ബൈജു നമുക്കൊക്കെ അറിയാം, മമിത ബൈജു കുറേ രീതിയിലുള്ള ഫോട്ടോഷൂട്ട്സ് ചെയ്യാറുണ്ട്, ഈവൻ കുറേ സ്റ്റൈലിസ്റ്റിൻ്റെ കൂടെ വർക്ക് ചെയ്യാറുണ്ട്. അപ്പോഴൊക്കെ ശരിക്കും അവരുടെയും കൂടെ ഒരു എഫേർട്ട് ഉണ്ട് അതിൻ്റെ അകത്ത് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഓരോ ഔട്ട്ഫിറ്റിൽ ഇരിക്കാൻ വേണ്ടിയിട്ട്. വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളീ പറഞ്ഞത് കേർവി ബോഡി അല്ലാത്തത് കൊണ്ട് തന്നെ മമിതയുടെ ഒരു ഐഡിയൽ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ
അതിനകത്ത് തന്നെ ഭയങ്കര രീതിയിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഓരോ ഡ്രസ്സിലും ഇരിക്കാനുള്ള ഒരു ചാൻസും ഉണ്ട്. അതായത് എക്സ്പെരിമെൻറ്റ് ചെയ്യാനുള്ള ചാൻസ് അവർക്ക് കൂടുതലാണ്, ഏറ്റവും നന്നായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാൻസും. അത് പക്ഷേ കർവി ബോഡിക്ക് അങ്ങനെയല്ല. എപ്പോഴും എല്ലാവരും പറയുക കർവി ബോഡിയാണ് നല്ലതെന്നാണ്, പക്ഷേ ഞാൻ അങ്ങനെ പറയുന്നില്ല. രണ്ട് ബോഡിയും ആക്ച്വലി നല്ലതാണ്. പക്ഷേ കർവി ബോഡിക്ക് നമ്മൾ അത് കുറച്ച് ഹെവി ആവും തോറും, ബോഡി ഫാറ്റ് കുറച്ച് കൂടും തോറും കൂടുതൽ നമ്മൾ സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ അത് ഭയങ്കര ബൾക്കി ആയിട്ടാണ് എപ്പോഴും ഫീൽ ചെയ്യുക. അടുത്തത് സ്കിൻ ടോൺ ആൻഡ് സീസണൽ കളർ പാലറ്റ് അനാലിസിസ് ആണ്. സോ അവരുടെ ആക്ച്വലി ഏതാണ് ഏറ്റവും നന്നായിട്ട് ചേരുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളത് കുറച്ച് പാടാണ്. ഓൾസോ എഡിറ്റഡ് ഫോട്ടോസും കൂടി ആയിരിക്കും എന്ന് വെച്ചോ. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ കുറേ പിക്ചേഴ്സൊക്കെ നോക്കി അനലൈസ് ചെയ്തിട്ടാണ് എനിക്ക് മനസ്സിലായത് മമിത ബൈജുവും കയാദുവും രണ്ടുപേരും ആക്ച്വലി വാം ടോണിലുള്ള ആൾക്കാരാണ്. രണ്ടാൾക്കും നന്നായിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന മെറ്റൽ എന്ന് പറയുന്നത് ഗോൾഡ് തന്നെയാണ്. പക്ഷേ രണ്ടാളും വാം ആണെങ്കിലും വാം ടോണിലുള്ള ആൾക്കാരാണെങ്കിലും രണ്ടാളുടെയും ആക്ച്വലി നമ്മൾ അപ്പിയറൻസ് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരാളെ നമ്മൾ കുറച്ചും കൂടി ബ്രൈറ്റർ ആയിട്ട് കാണും, ഒരാളെ കുറച്ചും കൂടി ഒന്ന് ഡസ്കിയർ പോലെ കാണും. അതെന്തുകൊണ്ടാണ് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവർ രണ്ടാളുമുള്ള സീസണൽ കളർ പാലറ്റ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആണ്. വാം ടോണിലാണെങ്കിലും മമിത ബൈജു ഉള്ളത് വാം ഓട്ടമാണ്, അതേപോലെ തന്നെ കായാദ് ലോഹർ ഉള്ളത് വാം സ്പ്രിംഗ് ആണ്. ഈ സ്പ്രിംഗ് കളർ പാലറ്റിൻ്റെ ഒരു പ്രൈമറി ഫീച്ചർ എന്ന് പറയുന്നത് ബ്രൈറ്റ്നസ് ആയിരിക്കും അതിനകത്ത് കൂടുതൽ. നേരെ മറിച്ച് നമ്മൾ വാം ഓട്ടം ആണെങ്കിൽ, ഓട്ടം കളർ പാലറ്റിൻ്റെ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത് അത് കുറച്ച് ഡാർക്കർ ആയിരിക്കും. ഡാർക്കർ ഇൻ ദ സെൻസ് അതിലെ കോൺട്രാസ്റ്റ് ആണ് ഞാൻ പറയുന്നത് കേട്ടോ. നമ്മുടെ ഓരോ മനുഷ്യർക്കും ഓരോ കോൺട്രാസ്റ്റ് ഉണ്ട്, ഫീച്ചേഴ്സ് തമ്മിലുള്ള കോൺട്രാസ്റ്റ് ഉണ്ട്. അതിനെയാണ് നമ്മൾ പറയുക ഈ ഡാർക്ക് അല്ലെങ്കിൽ ലൈറ്റ് എന്നുള്ളത്. ആൻഡ് ഈ ഒരു വാം സ്പ്രിംഗ് എന്ന് പറയുന്നത്, ഈ സ്പ്രിംഗ് കളർ പാലറ്റിൻ്റെ വേറൊരു ബെറ്റർ ഫീച്ചർ എന്ന് പറയുന്നത് അതിൽ ഓൾമോസ്റ്റ് ലൈക്ക് അത് ബ്രൈറ്റ് ആയിരിക്കും ആൻഡ് അറ്റ് ദ സെയിം ടൈം അത് ഓൾമോസ്റ്റ് കുറച്ച് സോഫ്റ്റ് ആയിരിക്കും. മമിത ബൈജു കൂടുതലായിട്ടും ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ഇരിക്കുന്നത് കുറച്ച് ഡാർക്കർ ടോൺസിലാണ്. അതായത് മേ ബി ഇപ്പോൾ ഗ്രീനിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു യെല്ലോനെ നോക്കുകയാണെങ്കിൽ ഒരു മസ്റ്റാർഡ് യെല്ലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കളർ പാലറ്റിൽ അത് കുറച്ച് ഡാർക്കർ യെല്ലോ, കുറച്ച് ഡാർക്കർ ഗ്രീൻ, അങ്ങനെയുള്ള കളർ പാലറ്റ്സിലാണ് കൂടുതലായിട്ടും ഭയങ്കര ബ്രൈറ്റർ ആയിട്ടിരിക്കുക. ആൻഡ് കയാദുവിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ കയാദു അതായത് ഭയങ്കര ഡാർക്കർ ടോൺസിലല്ല, കുറച്ചും കൂടെ ബ്രൈറ്റർ ടോൺസിലാണ് എപ്പോഴും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇനി അടുത്തത് പേഴ്സണാലിറ്റി. രണ്ടുപേരുടെയും പേഴ്സണാലിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടുപേർക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറെക്കുറെ സെയിം ഏജ് ആണ്, ഏറെക്കുറെ ഒരേ ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് രണ്ടാളും വന്ന വഴി, അതായത് ഇപ്പം മുമ്പ് കയാദ് ലോഹറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ കയാദ് ലോഹർ കുറച്ചും കൂടി മോഡലിങ്ങിനൊക്കെ താല്പര്യം ഉണ്ടായിരുന്ന ഒരാളാണ്. മോഡലിങ്ങിലൂടെയാണ് നേരെ ഒരു ആക്ടിങ് ഫീൽഡിലേക്ക് വരുന്നത്. ആൻഡ് മമിതേൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ മമിത ആക്ച്വലി ഒരു ഡാൻസറും കൂടിയാണ്. മമിത മോഹിനിയാട്ടം ഒക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു ഡാൻസറും കൂടിയാണ്. അങ്ങനത്തെ ഒരു ഹിസ്റ്ററിയും കൂടി മമിതയ്ക്കുണ്ട്. ബട്ട് ഈവൻ ദോ രണ്ടാളെയും നമ്മൾ നോക്കുമ്പോൾ രണ്ടാൾക്കും ഭയങ്കര ബബ്ലി ആയിട്ടുള്ളൊരു ക്യാരക്ടർ, ഭയങ്കര എനർജറ്റിക് ആയിട്ട് തോന്നും, ഭയങ്കര ബബ്ലി ആയിട്ട് തോന്നും, ഭയങ്കര സ്ക്രീൻ പ്രസൻസ് ഉണ്ട്. അവരുടെ ചിരി രണ്ടാളുടെയും ഭയങ്കര എന്താ പറയുക എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ആൻഡ് മമിത പല സമയത്തും പറഞ്ഞിട്ടുണ്ട് മമിത കുറച്ചൊരു ഇൻട്രോവേർട്ട് പോലെയാണ്. പക്ഷെ നമുക്ക് അങ്ങനെ തോന്നാറില്ല, ബിക്കോസ് അവരുണ്ടാക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് ഭയങ്കര വേറെ ലെവലാണ്. അതുകൊണ്ടാണ് നമുക്കത് തോന്നാത്തത്. ഈവൻ ദോ അപ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു പേഴ്സണാലിറ്റി, അവരുടെ ഒരു പേഴ്സണാലിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ പേഴ്സണാലിറ്റിയിൽ അവർ കുറച്ചും കൂടി അവരിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ആൾക്കാരാണ്. അത് മേ ബി അവർക്ക് ചിലപ്പോൾ അവർക്ക് സ്വയം ഒന്ന് ഇരുന്ന് ചാർജായി കുറച്ചും കൂടി എല്ലാവരുടെയും മുമ്പിൽ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആകുന്നൊരു കാര്യം കൂടി ആയിരിക്കാം. അപ്പോൾ ഈ രണ്ട് താരങ്ങളുടെയും ആക്ച്വലി കമ്പാരിസൺ നടത്താനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ ഇത് രണ്ടാളും തമ്മിലുള്ള സിമിലാരിറ്റീസ് ഭയങ്കരമാണെന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ടാണ്. രണ്ടാളും നല്ല ആക്ടേഴ്സാണ്, ആ ഒരു കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. ആൻഡ് അവരുടെ സ്ക്രീൻ പ്രസൻസ് ഒക്കെ അടിപൊളിയാണ്, അവർക്ക് ഭയങ്കര ചാമിങ് ആണ്, ഭയങ്കര ബബ്ലി ആയിട്ടുള്ളൊരു എനർജി നമുക്ക് ഫീൽ ചെയ്യും ഈവൻ അവരെ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. പക്ഷേ ഇവരുടെ എന്താ പറയുക ഫേസ് ഷേപ്പിലും ബോഡി ഷേപ്പിലും അതുപോലെ തന്നെ സ്കിൻ ടോണിലും ഒക്കെ ഡിഫറൻസസ് ഉണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ആൾക്കാരും ഓരോ തരത്തിൽ ആക്ച്വലി അവർ യുണീക്ക് ആയിരിക്കും എന്നുള്ളതാണ്. നിങ്ങളാണെങ്കിലും നിങ്ങൾ കമ്പയർ ചെയ്യുന്ന വേറൊരാളുണ്ടെങ്കിൽ അതേപോലെ ഇരിക്കുന്നു എന്ന് തോന്നുന്ന ആൾക്കാരുണ്ടെങ്കിൽ കൂടി നിങ്ങൾ ഭയങ്കര യുണീക്ക് ആയിരിക്കും നിങ്ങളുടെ ബോഡി ഷേപ്പിൻ്റെ കാര്യത്തിലും നിങ്ങളുടെ സ്കിൻ ടോണിൻ്റെ കാര്യത്തിലും നിങ്ങളുടെ ഫേസ് ഷേപ്പിൻ്റെ കാര്യത്തിലും ഒക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ ബൈ, ലവ് യു.